അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇവിടെ കെ വി ഹരിദാസ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ആരാണ് എന്ന് നമുക്കറിയാം. 10 വർഷം ഈ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായില്ലെങ്കിലും അന്നൊന്നും കാണാത്ത ആവേശം ഇപ്പോൾ കണ്ടു എന്ന് കരുതി അതിനൊന്നും BJP ചെവി കൊടുക്കാൻ പോകുന്നില്ല എന്നാണ്. ഇന്ന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ശരശയ്യയിലാക്കിയോ സർക്കാരിനെ? ജവഹർലാൽ നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായിരുന്നൊരു പാർലമെൻറ്റ് ഇന്ത്യക്കുണ്ട്. അദ്ദേഹം ജീവിതാവസാനം വരെ മതരാഷ്ട്രീയത്തോട് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. മതരാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെ മതരാഷ്ട്രീയത്തിന് തന്നെ കളരിയിൽ ചെറുക്കാനാവില്ല എന്ന് 1000 തവണ പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാത്രമല്ല, ഭരണഘടനാ നിർമ്മാണ സഭയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ ഇടപെടലുകളും പ്രസംഗങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് ഇതാ ഹിന്ദുമത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അപമാനമായിരിക്കുന്നുവെന്ന ഒരു ദുരാരോപണം ഉന്നയിക്കാൻ തക്കവണ്ണമുള്ള കരുക്കൾ ഒരുക്കി കൊടുക്കുക നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തിന് എത്രത്തോളം വിനാശകരമായിരിക്കുമെന്ന് നാം ഇന്ന് കാണുകയാണ്. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണനങ്ങൾ, അംബാനിമാർ അദാനിമാർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ ഇടപെടലുകൾ, ഇപ്പോൾ ഇവിടെ ശരിയായി ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ള അഗ്നിവീർ പദ്ധതിയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം, ഇല്ലെങ്കിൽ നീറ്റ് പരീക്ഷ, സൈന്യത്തിൻ്റെ പരീക്ഷ, UGC നെറ്റ് പരീക്ഷ, അതിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ഇന്ത്യ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും മുമ്പിലും ഉയർന്നു വരേണ്ടതും ആ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മോദി ഉത്തരം പറയാൻ നിർബന്ധിതമാകേണ്ടതുമാണ്. പക്ഷേ നരേന്ദ്രമോദി വളരെ സൂത്രത്തിൽ രക്ഷപ്പെടാൻ ഒരു പഴുതൊരുക്കി കൊടുത്തു എന്നുള്ളതാണ് വളരെ. അതായത് ഇത് രാഹുൽ ഗാന്ധി നടത്തിയ ശൈവ വൈഷ്ണവ സംഘർഷങ്ങൾ, ഈ ശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹിന്ദുക്കളിൽ ഒരു വിഭാഗം അഹിംസയെ പുൽകുന്നില്ല, ഹിംസയാണ് പറയുന്നത് എന്ന് പറഞ്ഞ പ്രസംഗം നരേന്ദ്രമോദിക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കി എന്നാണോ? ആ പ്രസംഗത്തിൽ പാളിച്ചയുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത്. അല്ല, നരേന്ദ്രമോദിയെ കൊണ്ട് നീറ്റ് പരീക്ഷയ്ക്ക് മറുപടി പറയിപ്പിക്കാനായോ? നെറ്റ് പരീക്ഷയുടെ ചോർച്ചയ്ക്ക് മറുപടി പറയിക്കാനായോ? നിങ്ങൾ അംബാനി അദാനിമാർക്ക് വേണ്ടി നടത്തുന്ന വിടുവേലയെക്കുറിച്ച്, ദാസ്യവേലയെക്കുറിച്ച്, കർഷകൻ്റെ തൊഴിലാളിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മറുപടി പറയാൻ കഴിഞ്ഞോ? അത് പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടോ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ വിലക്കയറ്റം ഉന്നയിക്കപ്പെട്ടോ? നിങ്ങൾ ശൈവ വൈഷ്ണവ സംഘർഷങ്ങളുടെ കാലത്ത് ഉയർന്നു വന്നിരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യ പാർലമെൻറ്റിനെയും ഇന്ത്യയെയും തിരിച്ചു കൊണ്ടുപോകാനാണോ? അങ്ങനെ BJPക്ക് പ്രതിരോധമുണ്ടാക്കാമെന്നാണോ? അങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ പ്രതിരോധങ്ങളും തീവ്ര വർഗീയത, ആ വർഗീയത അന്തരീക്ഷം നിലനിർത്താൻ ഉപയോഗിക്കൂ. അത് UPയിലെ ജനവിധിയെ വഞ്ചിക്കുന്നതാണ്. പക്ഷേ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഹിന്ദുയിസവും ഹിന്ദുത്വവും രണ്ടാണ് എന്ന പ്രത്യയശാസ്ത്രത്തിലാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരാണെങ്കിലും കോൺഗ്രസ് ക്യാമ്പും വിശ്വസിക്കുന്നത്. അപ്പോൾ ഹിന്ദുയിസത്തിൻ്റെ വ്യത്യസ്ത ധാരകളുണ്ടെന്നും ആ ഹിന്ദുയിസത്തിനും അപ്പുറത്തേക്ക് മറ്റു മതങ്ങളിൽ അദ്ദേഹം ബുദ്ധനെക്കുറിച്ച് പറയുന്നു, ഇസ്ലാം മതത്തിൻ്റെ ചിഹ്നങ്ങൾ എടുത്ത് കാട്ടുന്നു, ഗുരു നാനാക്കിൻ്റെ ചിത്രങ്ങൾ എടുത്ത് കാട്ടുന്നു, മഹാവീരൻ്റെ ചിത്രങ്ങൾ എടുത്ത് കാട്ടുന്നു. ഇതൊക്കെ കാട്ടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സർവ്വമതസാരവും ഏകം, അത് അഹിംസയും സത്യവുമാണ് എന്നതല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ പൊരുൾ? അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. അല്ല, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമല്ല നമ്മൾ ഉന്നയിക്കുന്ന ചിഹ്നങ്ങൾ. എന്തുകൊണ്ട് ശ്രീരാമൻ ആ ചിത്രത്തിൽ ഉയരുന്നില്ല? അതല്ലേ നരേന്ദ്രമോദിയുടെ ചോദ്യം, നരേന്ദ്രമോദി ഉന്നയിക്കുന്ന ചോദ്യം. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഇത്തരം ചിഹ്നങ്ങൾ പാർലമെൻറ്റിൽ പ്രദർശിപ്പിക്കുന്നതും അതിനെ പാർലമെന്റ് ചർച്ചാ വേദിയാക്കുന്നതും സ്വയം പരാജയപ്പെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ ജനവിധി ഞാൻ മനസ്സിലാക്കിയത് ചോദ്യം വളരെ പ്രസക്തമാണ്. ഭരണഘടനാ നിർമ്മാണ സഭ തള്ളിക്കളഞ്ഞ ആശയത്തെ പാർലമെന്റിൽ ലോക്സഭ ദൈവചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചർച്ച ചെയ്യുന്നുവെന്നാണ്. പക്ഷെ അതിനെ അദ്ദേഹം സമീകരിക്കുന്നത് ഗാന്ധിയുമായിട്ടാണ്. ഈ അഭയമുദ്ര അത് എല്ലാ മതങ്ങൾക്കും അഹിംസയായിരുന്നു എന്ന് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ സാങ്കേതികമായി എന്ത് പിശകാവുള്ളത്? അതാണ് ഗാന്ധി പറഞ്ഞത്, അതാണ് സ്വാതന്ത്ര്യ സമരത്തിനെതിരെ ഉപയോഗിച്ച ആയുധം, ആ അഹിംസയും സത്യവുമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് സഭയിൽ പറഞ്ഞത്. അതിലെന്തെങ്കിലും സാങ്കേതികമായി ഒരു രാഷ്ട്രീയ പിശകുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ രാജ്യത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തെ തെരഞ്ഞെടുപ്പിച്ച് കടന്നാക്രമണം നടക്കുകയാണ്. ആ കടന്നാക്രമണത്തിന് എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ടതായിട്ട് ഞാൻ കണ്ടില്ല.
ഉണ്ട്. മണിപ്പൂർ വിഷയം ഉന്നയിച്ചു. പൊളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാണിച്ചു. മണിപ്പൂർ വിഷയം ഉന്നയിച്ചു അഡ്വക്കേറ്റ് കെ എൽകുമാർ. മണിപ്പൂരിലെ മണ്ണെണ്ണ ഹരിയാനയിലേക്ക് കൊണ്ടുപോയി മണിപ്പൂരിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ മണിപ്പൂരിനെ കുറിച്ചല്ല പറയുന്നത്. ന്യൂനപക്ഷം മുസ്ലിം വിഭാഗത്തെ കുറിച്ച് മണിപ്പൂരിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഒരു പ്രത്യേക മതന്യൂനപക്ഷത്തെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കടന്നാക്രമണങ്ങളെക്കുറിച്ച് CPI പൊളിറ്റ് ബ്യൂറോ മിനിഞ്ഞാന്ന് പറഞ്ഞു. ഞങ്ങളൊരു ഏതെങ്കിലും മതപ്രകടനത്തിൻ്റെ ഭാഗമായിട്ടല്ല പറയുന്നത്. ഈ വേട്ട നമ്മുടെ രാജ്യത്ത് നടത്തുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ ഒരുമിപ്പിക്കാനാണ്, അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗങ്ങളിൽപ്പെട്ടവരെ പരസ്പരം ഒരുമിപ്പിക്കാനാണ്. ഇതിനെതിരായിട്ടും അദ്ദേഹം മിണ്ടുന്നില്ല. അപ്പോൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിലാണ് പുതിയ പാർലമെന്റ് പ്രവർത്തിക്കേണ്ടത്. അല്ല, മതാടിസ്ഥാനത്തിലാണ് പാർലമെന്റ് പ്രവർത്തിക്കേണ്ടത്, മതപരമായ കാര്യങ്ങളാണ് പാർലമെന്റ് പ്രവർത്തിക്കേണ്ടത് എന്ന നില വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഒരു മുസ്ലിം പോലും ഇല്ലാത്തൊരു മന്ത്രിസഭയാണ് ഞങ്ങൾക്കുള്ളതെന്ന് മോടി നടിക്കാൻ അല്ലെങ്കിൽ മേനി നടിക്കാൻ നരേന്ദ്രമോദിക്കും BJPക്കാർക്കും സാധിക്കുകയും അതിൻ്റെ ഭാഗമായി ധ്രുവീകരണത്തിന് അവർക്ക് അരങ്ങൊരുക്കുകയും ചെയ്യും. അതുകൊണ്ട് പശ്ചിമ UPയിലെ ജനങ്ങളുടെ ജനവിധി എന്താണ്? UPയിലെ ജനങ്ങളുടെ ജനവിധി എന്താണ്? ആ ജനവിധിക്ക് അനുശാസിക്കുന്ന വിധത്തിലല്ല മതവിഷയങ്ങളുടെ പന്ത് ഉരുട്ടാൻ പാർലമെന്റ് ഉപയോഗിച്ചപ്പോൾ ആ പന്ത് സമർത്ഥമായി കളിക്കാനാവുന്നത് നരേന്ദ്രമോദിക്കാണ്, അമിത്ഷയ്ക്കാണ്, BJPക്കാണ്. അത് ആരോഗ്യകരമായ ഒരു വിമർശനമാണ്. മറുപടി നിജേഷ് പറയട്ടെ.